എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 12ാമത്തെ ചാപ്റ്ററായ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന പാഠമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള തീരപ്രദേശമാണിത്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞമെന്ന് സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നു. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞമെന്ന് ശിലാലിഖിതങ്ങളും മറ്റു ചരിത്ര രേഖകളും സൂചിപ്പിക്കുന്നു. ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണ പിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയി കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദ്യോതന സൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയൻ്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനത്തിൽ ഈ പ്രദേശത്തിൻ്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിൻ്റെ സൂചനകളായി കണക്കാക്കാം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ പ്രാദേശിക ചരിത്രക്കുറിപ്പ് തയ്യാറാക്കുന്നതിന് ഏതെല്ലാം സ്രോതസ്സുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. പുരാവസ്തു തെളിവുകൾ ഉണ്ടാവും അല്ലേ, അതുപോലെ ലിഖിതങ്ങൾ ഉണ്ടാവും, സാഹിത്യകൃതികൾ ഉണ്ടാകും. ഇവയിൽ നിന്നെല്ലാം വായിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കും ഇതുപോലൊരു പ്രാദേശിക ചരിത്രക്കുറിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. അപ്പോൾ എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്രരചന. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ വിജയനഗര രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചും മുൻ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്, ആ പ്രദേശത്തിൻ്റെ ചരിത്രം. ഇനി എന്താണ് ചരിത്രം, പ്രാദേശിക ചരിത്രം തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ ചരിത്രം എന്ന് പറയുമ്പോൾ എന്താണ്? വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇനി പ്രാദേശിക ചരിത്രം ആകുമ്പോഴോ ലോകചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണിത്. ഇനി എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. പ്രാദേശിക ചരിത്രമാണെങ്കിലോ പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്രരചനയുടെ ഭാഗമാകുന്നു. എവിടെ എത്തുമ്പോൾ? പ്രാദേശിക ചരിത്രത്തിൽ. ഇനി ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാദേശിക ചരിത്രത്തിൽ എന്താ വ്യത്യാസം?
ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നതാണ് ഇവിടെ പ്രാദേശിക ചരിത്രത്തിൽ. അപ്പോൾ ഇതാണ് ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചരിത്ര സ്രോതസ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്ര രചന നിർവഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും നമുക്ക് ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. അപ്പം നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു ചരിത്ര സ്രോതസ്സാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാകാം? പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ, ഇവയെല്ലാം എന്താണ് പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളാണ്. അതിൽ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അവയിൽ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ശിലാസ്മാരകങ്ങൾ വരും, ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ, ഇവയെല്ലാം പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകളാണ്. ഏതൊക്കെയാണ്? ശിലാസ്മാരകങ്ങൾ, ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ. ഇനി ശിലാസ്മാരകങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യത്തേതാണ് കുടക്കല്ലെന്ന് പറയുന്നത്. ഒരു കുടയുടെ ആകൃതിയിൽ അല്ലേ കുടക്കല്ല്. പിന്നെ തൊപ്പിക്കല്ല്, മുനിയറ, ഇവയൊക്കെയാണ് കുറച്ച് ശിലാസ്മാരകങ്ങൾ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരകശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ശിലാസ്മാരകങ്ങളുടെ ഉപയോഗം എന്തായിരുന്നു? പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനായിരുന്നു ഇവ ഉപയോഗിച്ചിരുന്നത്. ഇനി നന്നങ്ങാടികൾ എന്താണെന്ന് നോക്കാം. നന്നങ്ങാടികൾ മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണിവ. ഇനി അടുത്ത പുരാവസ്തു സ്രോതസ്സാണേത്? ഗുഹകൾ. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എടയ്ക്കൽ ഗുഹ വയനാടാണ്. മറയൂര് ഇടുക്കി. ആങ്കോട് തിരുവനന്തപുരം. ഇനി തെന്മല, കോട്ടുക്കൽ ഇവയൊക്കെ കൊല്ലത്താണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ്. അപ്പോൾ ഈ ഗുഹകൾ എവിടെയൊക്കെയാണ് എന്ന് ഓർത്ത് വെച്ചോണം. എടയ്ക്കൽ ഗുഹയാണെങ്കിൽ എവിടെയാണ്? വയനാടാണ്. മറയൂര് ഇടുക്കിയാണ്. ആങ്കോട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. തെന്മല, കോട്ടുക്കൽ എന്ന സ്ഥലങ്ങൾ കൊല്ലത്താണ്. ഇവിടങ്ങളിലാണ് ഈ പ്രധാനപ്പെട്ട ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഗുഹയാണ് എടയ്ക്കൽ ഗുഹ. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടയ്ക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എടയ്ക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. അടുത്തതാണ് പുരാലിഖിതങ്ങൾ. എന്താണ് പുരാലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ് വിവിധ തരം പുരാലിഖിതങ്ങൾ? ലോഹത്തകിടുകളുണ്ട്, ശിലകളുണ്ട്, ഓലകളുണ്ട്. പണ്ടൊക്കെ താളി ഓലകളിൽ എഴുത്താണി ഉപയോഗിച്ച് എഴുതുമായിരുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെ പുരാലിഖിതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.
തരിസാപ്പള്ളി ലിഖിതം കൊല്ലത്ത് നിന്ന് കണ്ടെടുത്തു. ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം ആലപ്പുഴ എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളതാണ്? കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. ആർക്കൈവ്സ് വകുപ്പ് കേട്ടോ. ഇനി എന്താണ് ലിഖിത പഠനം അഥവാ എപ്പിഗ്രഫി? ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം അഥവാ എപ്പിഗ്രഫി എന്ന് പറയുന്നത്. അടുത്തതാണ് കോട്ടകളും കൊട്ടാരങ്ങളും. രാജ്യസുരക്ഷ, സൈനികാവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കൊട്ടാരങ്ങളെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നു. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ കേരളത്തിലെ പ്രധാന കോട്ടകളാണ്. കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളവയാണ് കൊട്ടാരങ്ങളും. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ നമുക്ക് നോക്കാം. പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ കൊട്ടാരം, അറക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം ഇവയൊക്കെ ഉദാഹരണങ്ങളാണ്. അടുത്തത് ബേക്കൽ കോട്ട. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയുണ്ട്. ഇനി എത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ്സാണ് നാണയങ്ങൾ എന്ന് പറയുന്നത്. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് നാണയശാസ്ത്രം അഥവാ ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കാണുന്നത്. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിൽ അവ അറിയപ്പെടുന്നു. വിവിധ കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം ഏതാണെന്നറിയാം. നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ കഴിയും. നിർമ്മാണ രീതികൾ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീരരായൻ പണം. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ 2 വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവ ഇതിൽ കാണാവുന്നതാണ്. ഇനി അടുത്തതാണ് ചരിത്ര സ്മാരകങ്ങൾ. ഓരോ പ്രദേശത്തിൻ്റെയും സാമ്പത്തിക, സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്രോതസ്സുകളാണ് ചരിത്ര സ്മാരകങ്ങൾ. അതായത് പഴയ കാലത്ത് നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തളി ക്ഷേത്രം, അതുപോലെ മിഷ്കൽ പള്ളി, ദേവമാതാ കത്തീഡ്രൽ, കടൽപ്പാലം ഇവയൊക്കെ ചരിത്ര സ്മാരകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ ചരിത്ര സ്മാരകങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. സാമൂതിരിമാരുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവാണ്. ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ കാണാം. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും പോയ കാലത്തിൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നു. ഇനി കുറച്ച് ചരിത്ര സ്മാരകങ്ങൾ നമുക്ക് പരിചയപ്പെടാം, വിവിധ ജില്ലകളിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കരുമാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലാണ്. സിനഗോഗ് എറണാകുളം മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നു. വാഗൺ ട്രാജഡി സ്മാരകം അത് തിരൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്, തിരൂർ. ഇനി ഓരോ സ്മാരകങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയുടെ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ചന്ദ്രഗിരി കോട്ട. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട ഇന്ന് കേരള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ചരിത്ര സ്മാരകമാണ്. അടുത്തത് വാഗൺ കൂട്ടക്കൊല സ്മാരകം. വാഗൺ കൂട്ടക്കൊലയുടെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച ഹാളാണിത്. ഹാളിനോട് ചേർന്ന് ഒരു വാഗൺ മാതൃക നിർമ്മിച്ചിട്ടുണ്ട്.
അടുത്തതാണ് കരുമാടിക്കുട്ടൻ സ്മാരകം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ കരുമാടി ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയ ഇത് ബുദ്ധ പ്രതിമയായി കണക്കാക്കപ്പെടുന്നു. പുരാവസ്തു വകുപ്പ് ഇതിനെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് സിനഗോഗ് ആണ്. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നു. 1568 മലബാറിലെ യഹൂദരാണ് ഈ ആരാധനാലയം നിർമ്മിച്ചത്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണിത്, സിനഗോഗ്. അടുത്തത് പുനലൂർ തൂക്കുപാലമാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത്. തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാൾ രാമവർമ്മ 1877 പണി കഴിപ്പിച്ചതാണ് പുനലൂർ തൂക്കുപാലം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ്സാണ് സാഹിത്യ സ്രോതസ്സുകൾ. ലഭ്യമായ ചരിത്രരചനാ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ. വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യ കൃതികൾ ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ്. 15ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കടൽമകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചതുകൊണ്ടാണത്രേ കടലമ്മ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നുകൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടിത്തട്ടി കോഴിക്കോട് എത്തിച്ചിരുന്നത്. സംഘസാഹിത്യ കൃതികൾ. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. പതിറ്റ് 10, പുറനാനൂറ്, അകനാനൂറ്, കുറുംതൊകൈ, നറ്റിണൈ തുടങ്ങിയവ പ്രധാന സംഘസാഹിത്യ കൃതികളാണ്. ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമാണ്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 12 മുതൽ 15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നു. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അടുത്തത് സഞ്ചാരക്കുറിപ്പുകളാണ്. ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടന്നു വന്നിരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിൽ എത്തിക്കുന്ന ചരക്കുകളുടെ 40% ഭാഗം ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടുത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ്. 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ട് വന്ന പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് പറയുന്ന വരികളാണിവ. പ്രാദേശിക ചരിത്ര രചനയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സഞ്ചാരക്കുറിപ്പുകൾ. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയുന്നു. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളെ നമുക്ക് പരിചയപ്പെടാം. മെഗസ്തനിസ് ഗ്രീസുകാരനാണ്. സുലൈമാൻ, അബ്ദുൾ റസാഖ് ഇവർ രണ്ടുപേരും പേർഷ്യക്കാരാണ്. മാർക്കോ പോളോ വെനീസിൽ നിന്ന് വന്നതാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോയാണ്. നിക്കോളോ കോണ്ടി വെനീസുകാരനാണ്. മാഹ്വാൻ ചൈന. ബാർബോസ പോർച്ചുഗലുകാരനാണ്. അടുത്തത് ആത്മകഥകളും ജീവചരിത്രങ്ങളുമാണ്. ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും. തകഴിയുടെ ആത്മകഥയിൽ നിന്നെടുത്ത കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഒരു ഉടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ്. കേമ്പിരി തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിലന്നില്ല. നല്ല കഞ്ഞിപ്പശയിൽ നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുണക്കും. പിന്നീട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച് ഷർട്ടിട്ടത് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത്.
ഇതുപോലുള്ള ആത്മകഥകളും ജീവചരിത്രങ്ങളും അത് എഴുതിയ പ്രദേശത്തിൻ്റെ കാലത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവയാണ്. വർത്തമാന പത്രങ്ങൾ. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രമറിയാനുള്ള പ്രധാന ഉപാധിയായി മാറും. ഇന്ത്യയിലെ വിദേശാധിപത്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചറിയാനും പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് പ്രാദേശിക ചരിത്ര രചനയിലേക്ക്. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. നാം ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ പ്രധാനമായും മുഖ്യധാര ചരിത്ര രചനയ്ക്കാണ് സഹായകമാകുന്നത്. പ്രാദേശിക ചരിത്ര രചനയ്ക്കായി നമ്മെ സഹായിക്കുന്ന മറ്റു ചില സ്രോതസ്സുകൾ ഇനി നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകൾ വാമൊഴിയായിട്ടുള്ളത്, സ്ഥലനാമ ചരിത്രങ്ങൾ, കുടുംബചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകൾ, ആധാരങ്ങൾ, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ. ഇവയെല്ലാം തന്നെ പ്രാദേശിക ചരിത്ര രചനാ സ്രോതസ്സുകളാണ്. ഇനി ഇതിലെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് പ്രാദേശിക നിരീക്ഷണമാണല്ലേ. അതെന്താണെന്ന് നോക്കാം. പ്രാദേശിക ചരിത്ര രചന ചെറിയൊരു പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മ പഠനമാണ്. ഒരു പ്രദേശത്തിൻ്റെ സൂക്ഷ്മവശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്രരചനയ്ക്ക് ആവശ്യമായ മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താമെന്ന് നോക്കാം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം എന്നിങ്ങനെ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓർമ്മകൾ അഥവാ വാമൊഴി. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ. പ്രാദേശിക ചരിത്രരചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക ഏറെ പ്രധാനമാണ്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങി ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരങ്ങൾ അനിവാര്യമാണ്. ഇവയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കും. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ സഹായിക്കുന്നു. വാമൊഴി സ്രോതസ്സുകളെ മറ്റു സ്രോതസ്സുകളോടൊപ്പം ചേർത്ത് വെച്ച് പരിശോധിച്ച് വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അടുത്തതാണ് സ്ഥലനാമ ചരിത്രം. നിങ്ങളുടെ നാടിൻ്റെ പേര് എങ്ങനെ രൂപപ്പെട്ടതാണ്? ഉദാഹരണത്തിന് കോഴിക്കോടിന് ആ പേര് എങ്ങനെ കിട്ടി? കോയിൽ അഥവാ കൊട്ടാരം എന്നും കോട്ട എന്നുമുള്ള രണ്ട് പദങ്ങൾ ചേർന്ന കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരമെന്നാണ് കോയിൽ കോട്ട എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് കോഴിക്കോട് എന്നായി മാറിയെന്ന് ചരിത്രകാരർ പറയുന്നു. തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങൾ ശ്രദ്ധിക്കൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകളിൽ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട്. അടുത്തതാണ് കുടുംബചരിത്രം. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്രാന്വേഷകൻ്റെ കടമയാണ്. അടുത്തതാണ് ഔദ്യോഗിക രേഖകൾ. തമിഴ്നാട് പുരോരേഖാ സമുച്ചയത്തിൽ ആർച്ചീവ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് മേളിൽ തന്നിരിക്കുന്നത്. ഉപ്പ് നിയമം ലംഘിച്ചു. 1930 മെയ് 17 വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താൽപ്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വോളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽവെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പുണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു.
കടപ്പുറത്ത് നടന്ന ഉപ്പു സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുൾ റഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത്. പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ താഴെ പറയുന്നവയാണ്: സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ്. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത്. ഇത് പണയ രേഖകളും ആധാരങ്ങളുമാണ്. പണയ രേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തിവിവരങ്ങൾ, സ്വകാര്യ സ്വത്തുക്കൾ തുടങ്ങിയവയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. നാട്ടറിവുകൾ, പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങൾ. പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഏറെ സഹായകമായ സ്രോതസ്സുകളാണ് നാട്ടറിവുകളും പാട്ടുകളും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും. അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ നാടിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നു. ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. കൂരൻ, ചോഴൻ, പഴവരി, കുറക്കോങ്കണം, വെണ്ണക്കണ്ണൻ, മോടൻ, കാടൻ, കുറുവ, കൊടിയൻ, പങ്കി, പോങ്കാളി, ചെന്നൽ, ആനക്കോടൻ, കിളിയിറ, കനങ്ങാരിയൻ, വീരവിത്തൻ, കാണാം മറ്റും പലവിധ മൂടൻ, നെല്ലു കല്യാണ കീർത്തേ. പ്രാദേശിക നെൽവിത്തിനങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ വരികളിൽ നിന്ന് ലഭിക്കുന്നത്. പുരോരേഖകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമെ സ്മരണകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയെല്ലാം സ്രോതസ്സുകളാക്കി എഴുതുന്ന ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. പ്രദേശത്തിൻ്റെ സമഗ്ര ജീവിത ശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിൻ്റെ നേർചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം. മുകളിൽ പറഞ്ഞ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തി നമുക്ക് പ്രാദേശിക ചരിത്ര രചന നടത്താനാകും. ഇനി പ്രാദേശിക ചരിത്ര രചന നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂപ്രകൃതി ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഭൂപ്രകൃതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ, പ്രകൃതിദത്ത പ്രത്യേകതകൾ, അതായത് കുന്നുകളുണ്ടോ, നദി, തണ്ണീർത്തടങ്ങൾ എന്നിവ ചരിത്ര രചനയിൽ ഉണ്ടായിരിക്കണം. ഇനി ചരിത്ര സ്മാരകങ്ങൾ. പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം. അടുത്തതാണ് ഉപജീവനം. പ്രദേശത്തെ പ്രധാന കൃഷി, കൈത്തൊഴിൽ, വാണിജ്യ കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷ, വൈദ്യം എന്നിവയെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരിക്കണം. ഇനി അതിജീവന മാതൃകകൾ. പേമാരി, വരൾച്ച, പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിൻ്റെ വിശകലനം ഉൾപ്പെടുത്തണം. അടുത്തതാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ. പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനശാലകൾ തുടങ്ങിയവ വിവരിക്കണം. അടുത്തതാണ് ഭൂബന്ധങ്ങൾ. പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതിവിവര കണക്കുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ദേശീയ ബോധം. പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കാം. അടുത്തതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും. പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്ര രചനയിൽ രേഖപ്പെടുത്തണം. അടുത്തതാണ് ഗ്രന്ഥസൂചി. ചരിത്ര രചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി അഥവാ ബിബ്ലിയോഗ്രഫി. ചരിത്ര രചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത്. പഠനത്തിൻ്റെ അവസാന ഭാഗത്താണ് ഗ്രന്ഥസൂചി നൽകുന്നത്. ഇനി പ്രാദേശിക ചരിത്ര രചന നടത്തുമ്പോൾ അതിനൊരു ഘടനയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ത് വേണം? തലക്കെട്ട് വേണം. പിന്നെ ഉള്ളടക്കം അല്ലെങ്കിൽ കുട്ടിയുടെ പ്രസ്താവന, പിന്നെ സാക്ഷ്യപത്രം, നന്ദി പ്രസ്താവന, ആമുഖം, അധ്യായങ്ങൾ, ഉപസംഹാരം, പരാമർശങ്ങൾ, അതായത് അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര്, സന്ദർശിച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് പരാമർശങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി അനുബന്ധങ്ങൾ. അനുബന്ധങ്ങളായിട്ട് എന്താണ്? ഫോട്ടോകൾ വെക്കാം, പാട്ടുകൾ, ചോദ്യാവലി ഇവയൊക്കെ വെക്കാം. പിന്നെ ഗ്രന്ഥസൂചി. പ്രാദേശിക ചരിത്ര രചന സംസ്കാരങ്ങളുടെ വീണ്ടെടുക്കലിന് നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക, ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, വരും തലമുറകൾക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയവ പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്.
ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന ചാപ്റ്ററോട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേറെ ചാപ്റ്റേഴ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്